ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കൽ ഒരു മകൻ പിതാവിനോട് ചോദിച്ചു, അച്ഛാ, ദൈവമുണ്ടോ? ദൈവം ആരാണ്? ദൈവത്തിന് എന്ത് വലിപ്പമുണ്ടാവും? അപ്പോൾ ആകാശത്തുകൂടെ ഒരു പ്ലെയിൻ പറക്കുന്നുണ്ടായിരുന്നു. ആ പിതാവ് മകനുമായി മുറ്റത്തേക്കിറങ്ങി. ആ പ്ലെയിൻ ചൂണ്ടിക്കാട്ടി പിതാവ് ചോദിച്ചു, അതിന് എന്ത് വലിപ്പമുണ്ട്? മകൻ പറഞ്ഞു, അത് തീരെ ചെറുതാണല്ലോ. അടുത്ത ദിവസം ആ പിതാവ് മകനുമായി ഒരു വിമാനത്താവളത്തിലേക്ക് പോയി. അവിടെ കിടന്ന വിമാനങ്ങൾ ചൂണ്ടിക്കാട്ടി പിതാവ് ചോദിച്ചു, ആ വിമാനങ്ങൾക്ക് എന്ത് വലിപ്പമുണ്ട്? മകൻ പറഞ്ഞു, അവ വളരെ വലുതാണല്ലോ. പിതാവ് പറഞ്ഞു, ഇതുപോലെയുള്ള ഒരു വിമാനമാണ് ഇന്നലെ നാം ആകാശത്ത് കണ്ടത്. മകൻ പറഞ്ഞു, അത് വളരെ ചെറുതായിരുന്നല്ലോ. ആ പിതാവ് പറഞ്ഞു, വിമാനത്തിൻ്റെ വലിപ്പം നാം അതിനോട് എന്ത് അടുത്തിരിക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചാണ്. ദൈവവും അതുപോലെയാണ്. ദൈവത്തിൻ്റെ വലിപ്പം എന്താണ്? ദൈവത്തെ ആരും ഇതുവരെയും നഗ്നനേത്രങ്ങളിലൂടെ കണ്ടിട്ടില്ലല്ലോ. എന്നാൽ ദൈവിക പ്രവൃത്തി ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അനേക ആളുകളുണ്ട്. ദൈവിക പ്രവൃത്തികൾ നാം മനസ്സിലാക്കുന്നത് അനുസരിച്ചാണ് ദൈവത്തെ വലിയവനായി കാണുന്നത്. ദൈവിക പ്രവൃത്തികളെയും ദൈവിക അനുഗ്രഹങ്ങളെയും തിരിച്ചറിയുവാൻ കഴിയാത്തതിനാൽ ദൈവത്തിൻ്റെ അസ്തിത്വം നിഷേധിക്കുന്നവരുമുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്നതിനാൽ ദൈവമില്ല എന്ന് പറയുവാൻ കഴിയുമോ? ഞാൻ കാണുകയും അറിയുകയും ചെയ്തിട്ടില്ലാത്ത എത്രയോ ഭൗതിക വസ്തുക്കളും ജീവികളും ഈ ലോകത്തിലുണ്ട്. ചിലർ പറയും അതിനൊക്കെ ശാസ്ത്രീയ തെളിവുകളുണ്ട് എന്ന്. ശാസ്ത്രമെന്നാൽ ചില വസ്തുക്കളെയോ ജീവികളെയോ അനുഭവങ്ങളെയോ കുറിച്ച് മനുഷ്യന് മനസ്സിലായിട്ടുള്ള വസ്തുതകൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇതുവരെയും ഒരു മനുഷ്യനും മനസ്സിലായിട്ടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള യാതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്ന് പറയുവാൻ നമുക്ക് കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ അസ്തിത്വം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്ന ഒന്നല്ല. വിശ്വാസത്തിലൂടെയും അനുഭവത്തിലൂടെയും മാത്രമേ ദൈവത്തെ അറിയുവാൻ കഴിയുള്ളൂ. ദൈവത്തോടുള്ള ബന്ധത്തിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ വലിപ്പവും മഹത്വവും ഗ്രഹിപ്പാൻ കഴിയൂ. ദൈവഹിതത്തിന് നമ്മെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ മാത്രമാണ് ദൈവിക പ്രവൃത്തികൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവം ആരാണ്? ദൈവം സ്നേഹമാണ്, സത്യമാണ്, വെളിച്ചമാണ്, ജീവനാണ്. എന്നാൽ ഇങ്ങനെ ചില അവസ്ഥ മാത്രമല്ല, സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ ദിവ്യ ആളത്വമാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. എന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ ദൈവസ്നേഹത്തെയും ദൈവത്തെയും മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. മനുഷ്യന് ഔഭൗമികമായവയെ കാണുവാൻ കഴിയാത്തതുകൊണ്ട് ഈ ദൈവം നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് അദൃശ്യനാണ്. എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ വെളിപ്പെടുന്നു. ഈ സർവശക്തനും അദൃശ്യനുമായ ദൈവത്തെ ലോകത്തിന് കാണുവാൻ തക്കവിധം ദൈവം തന്നെ യേശു കർത്താവിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി. യേശുവിൽ ദൈവത്തെയാണ് നാം കാണുന്നത്. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം സമീപസ്ഥനും മഹത്വവാനുമാണ്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ ദൈവത്വത്തെ കൂടുതൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഓരോ നിമിഷവും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അങ്ങയെ കൂടുതൽ മനസ്സിലാക്കി അങ്ങയെ രുചിച്ചറിയുവാൻ, അങ്ങയുടെ ഭാവം ഉൾക്കൊള്ളുവാൻ ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ 10 മാസക്കാലം അടിയങ്ങളെ അത്ഭുതകരമായി നടത്തിയ കൃപയ്ക്കായി സ്തോത്രം. പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ അടിയങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.